ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. എവിടെ നമ്മളെ ഹോസ്റ്റലില്ലേ? ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, ഹോസ്റ്റലില്ലേ? ഹോസ്റ്റ് പ്ലീസ് വെയിറ്റ്. ഗുഡ് മോർണിംഗ് ഹായ് മാജിക് മോർണിംഗ്. മാം. എനിക്ക് ഹോസ്റ്റ് ഓപ്ഷൻ തരോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. ആ. ഹലോ, എത്ര പേർക്ക് 2026 ആവാറായല്ലേ? സോ എത്ര പേർക്ക് ഗോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓർ 2026ലേക്ക് ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു ഓൾറെഡി ഹാവ് ദ ഗോൾ ആർ പ്ലാനിങ് ടു സെറ്റ് ഗോൾ ഫോർ 2026? എന്നാൽ ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് ഓൾറെഡി ലക്ഷ്യമുണ്ടോ? ഓക്കെ, യെസ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഗോൾ ടു ഔട്ട്കം, അതായത് എങ്ങനെ ലക്ഷ്യത്തിന്ന് കുറച്ചൊരു നിങ്ങളൊരു അച്ചീവ്മെന്റ് സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഗോൾ അല്ല ഇനി തിങ്ക് ചെയ്യേണ്ടത്, ഔട്ട്കം സെറ്റിംഗ്. ഔട്ട്കം സെറ്റിംഗിലെ കൂടി എങ്ങനെ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഞാൻ ചെറിയൊരു കഥയിലെ കൂടി തുടങ്ങാം. ആലിസും പൂച്ചയും ഒരു ദിവസം ഫോറസ്റ്റിലെ പോകുന്നുണ്ടായിരുന്നു. സോ ആലിസ് വാസ് സ്ട്രക്ക് ഇൻ ദ ഫോറസ്റ്റിൽ സ്ട്രക്ക് ആയിരുന്നു. സോ ആലിസ് പൂച്ചയോട് ചോദിച്ചു, എനിക്ക് വഴി കാണിച്ചതാണ്. പൂച്ച ചോദിച്ചു, നിനക്ക് എവിടെയാ പോണ്ടതെന്ന്. ആലിസ് പറഞ്ഞു, എനിക്ക് എവിടെയാ പോണ്ടതെന്ന് അറിയൂലെന്ന്. പൂച്ച പറഞ്ഞു, നിനക്ക് എവിടെയാ പോണ്ടത്, ജസ്റ്റ് കഥയാണ്, ബിക്കോസ് പൂച്ച സംസാരിക്കില്ലെന്ന്. പൂച്ച പറഞ്ഞു, നിനക്ക് എവിടെയാ പോണ്ടതെന്ന് അറിയൂല്ലെങ്കിൽ എനിക്ക് വഴി കാണിച്ചു തരാനും പറ്റൂല എന്ന്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ. അതാ ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചത്, നിങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടോ എന്ന്. ലക്ഷ്യം ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ലക്ഷ്യം ഇല്ലെങ്കിൽ ഏതൊരു കോച്ചിനും ഏതൊരു മെന്ററിനും നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിയില്ലെങ്കിൽ ആർക്കും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. സോ ഹാവിങ് എ ഗോൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ആർക്കും വഴി കാണിച്ചു തരാനും പറ്റൂല. സോ ലക്ഷ്യം എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് ഗോൾസ് അറിയായിരിക്കും നിങ്ങൾക്ക്. സ്പെസിഫിക് ആയിരിക്കണം. ലൈക്ക് 2026 ജനുവരിയിൽ എനിക്ക് ഇൻകം കിട്ടണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇത്ര ഇൻകം ആയിരിക്കണം, ഇത്ര ഇൻകം കിട്ടണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം. ലൈക്ക് എനിക്ക് 10,000, ഒരേ ഇൻകം ഇല്ലാത്ത ആള് ആണ്, ബിക്കോസ് 2026 ജനുവരി തൊട്ട് എനിക്ക് ഇൻകം ഏൺ ചെയ്യണം എന്നുള്ള ആളെങ്കിൽ എനിക്ക് ജനുവരി 2026 ആകുമ്പോൾ 10,000 ഇൻകം കിട്ടണം എന്നുള്ള അങ്ങനെ ഒരു ഇതാക്കണം, ഇൻകം സെറ്റ് ചെയ്യണം. 1 സെക്കൻഡ്. ഓക്കെ, 2026 ആകുമ്പോൾ ഇത്ര ഇൻകം കിട്ടണം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സ്പെസിഫിക് ആയി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പറയണം. പിന്നെ അത് മെഷറബിൾ ആയിരിക്കണം. അതായത് പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുള്ള ലക്ഷ്യത്തിനേക്കാളും എത്ര കിലോ ഒരു മാസത്തിൽ 2 കിലോ വെയിറ്റ് കുറക്കണം എന്നുള്ള ആ ഒരു മെഷർമെന്റോട് കൂടി ഗോൾ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അറ്റൈനബിൾ ആയിരിക്കണം, നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഗോൾ ആയിരിക്കണം. പിന്നെ ഗോൾ സെറ്റിംഗ് റിലവൻ്റ് ആയിരിക്കണം. സപ്പോസ് നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗ് ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തണം എന്നുള്ള നിങ്ങളൊരു ലക്ഷ്യമായിരിക്കും. അല്ലാതെ കുക്കിംഗ് ആവശ്യമില്ലാത്ത ആൾക്ക് ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ കുക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാക്കി വെക്കാൻ പറ്റൂല, ബിക്കോസ് അവർക്ക് കുക്കിങ്ങിന്റെ ആവശ്യമില്ല. സോ ഗോൾ എന്നുള്ളത് റിലവൻ്റ് ആയിരിക്കണം. പിന്നെ ടൈം ബേസ്ഡ് ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് എപ്പോഴെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കറിയാലോ ഓരോ ലക്ഷ്യം എപ്പോൾ കിട്ടും, എപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം അറിയാലോ. സോ ഇറ്റ് ഷുഡ് ബി ടൈം ബേസ്ഡ്. എത്ര ഡ്യൂറേഷനിൽ കിട്ടും എന്നുള്ള ഇത് അറിഞ്ഞിരിക്കണം. സോ ഗോൾ ഷുഡ് ബി ഓൾവേസ് സ്മാർട്ട് ഗോൾസ്. സോ ഗോൾ സെറ്റിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, പവർഫുൾ ആണ് ഔട്ട്കം സെറ്റിംഗ്. എത്ര പേർക്ക് ഇത് അറിയാം? ഔട്ട്കം സെറ്റിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
ഔട്ട്കം സെറ്റിംഗ് നോ കേട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഔട്ട്കം സെറ്റിംഗ് ആരും കേട്ടിട്ടില്ല. ഓക്കെ, ഗോൾ സെറ്റിങ്ങും ഔട്ട്കം സെറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു വേഗ് ഐഡിയ ആണ്. ജസ്റ്റ് യു ആർ തിങ്കിങ് ഇൻ ദ ഹെഡ്. എനിക്ക് 2026 ആകുമ്പോൾ ഇത്ര ഇൻകം കിട്ടണം, ഇത്ര വെയിറ്റ് കുറയണം. ചിലപ്പോൾ നിങ്ങൾ അത് എഴുതിയും വെക്കും, ബട്ട് ഇറ്റ്സ് എ വേഗ് ഐഡിയ. ബട്ട് ഔട്ട്കം സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യാൻ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ലൈക്ക് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗ് വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ലക്ഷ്യം മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതാണ് നിങ്ങളെ ലക്ഷ്യമാണെങ്കിൽ, മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതാണ് നിങ്ങളെ ലക്ഷ്യമാണെങ്കിൽ, നിങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ദാറ്റ് യു ഹാവ് ക്ലൈംബ് ദ മൗണ്ടൻ ക്ലൈംബ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇരുന്ന ഇരുത്തത്തിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ലൈക്ക് നിങ്ങളോട് കണ്ണ് പൂട്ടിയിട്ട്, ഇതൊരു ചെറിയ മെത്തേഡാണ്, ഔട്ട്കം സെറ്റിംഗ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ യു വിൽ സ്റ്റാർട്ട് വിഷ്വലൈസിങ് ദാറ്റ് യു ഹാവ് ക്ലൈംബ് ദ മൗണ്ടെയിൻ. ഇതിൽ യൂസ് ചെയ്യുന്നത് VAK മെത്തേഡാണ്. അതായത് വിഷ്വലും ഓഡിറ്ററിയും കെനസ്തെറ്റിക്കും സെൻസസും ഇതിൽ യൂസ് ചെയ്യുന്നത്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മൗണ്ടെയിന് ക്ലൈംബ് കയറുന്നതായിട്ട് നിങ്ങൾ വിഷ്വലി ഔട്ട്കം സെറ്റിംഗ് മെത്തേഡാണ്. ഔട്ട്കം സെറ്റിംഗ് മെത്തേഡിൽ കൂടിയിട്ട് എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല, കുറച്ച് ടൈം വന്നിട്ടുള്ളൂ. സോ ഔട്ട്കം സെറ്റിംഗ് മെത്തേഡിൽ കൂട്ടി എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു. സോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ തുടങ്ങും. ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്തെന്ന് നിങ്ങളത് സപ്പോസ് നിങ്ങൾക്ക് മൗണ്ടൻ ക്ലൈംബിംഗ് ആണ് എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങളത് വിഷ്വലി അത് കാണും. ഞാൻ ലൈക്ക് മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതെന്നും കണ്ണ് പൂട്ടിയിട്ട് വിഷ്വലി അത് കാണാൻ തുടങ്ങും. പിന്നെ ഓഡിറ്ററി, അതിലുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങും. വിഷ്വലും ഓഡിറ്ററിയും വർക്ക് സെൻസസും വർക്ക് ആകുമ്പോൾ കെനസ്തെറ്റിക് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരും, ഓക്കെ ഞാൻ നല്ല മൗണ്ടൻ കയറിയെന്ന്. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് ആ മൗണ്ടൻ കയറുമ്പോൾ അത് വളരെ എളുപ്പവും പെർഫോമൻസ് ലെവൽ വിൽ ബി ടു ദ പീക്ക്. പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതും ആൾക്കാരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടണമെങ്കിലും അതും ഈ VAK മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്കം സെറ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അത് ഒരു മെന്ററിന്റെ കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. ലൈക്ക് വിഷ്വലി നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നതായിട്ട് നിങ്ങളത് കാണണം. ഓഡിറ്ററി നിങ്ങളത് കേൾക്കുക, നിങ്ങൾക്ക് ഓൾറെഡി ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു ഫീലിംഗിലേക്ക് കൂടിയിട്ട് ചെയ്യണം. ഓഡിറ്ററി നിങ്ങളത് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും എല്ലാം കേൾക്കണം. പിന്നെ അപ്പോൾ നിങ്ങൾ ഉള്ളിൽ തന്നെ കെനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ആക്ച്വൽ പെർഫോമൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു സ്റ്റേജിൽ ഒരു പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. സോ ഇതെന്താ സംഭവിക്കുന്നതാണ്, നമ്മൾ വിഷ്വലി അത് കാണുമ്പോൾ ആക്ച്വൽ സംഭവം നടക്കുന്നതിന് മുമ്പ് വിഷ്വലി നമ്മളത് കാണുമ്പോൾ നമ്മളകത്ത് ഒരു പോസിറ്റീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളകത്ത് വിഷ്വൽ കാണുമ്പോൾ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പെർഫോമൻസ് വിൽ ബി ഈസി ആൻഡ് എൻജോയബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്ത പോലെ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒറിജിനലി പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഈസിയും എൻജോയബിൾ ആയിരിക്കും, ബിക്കോസ് നമ്മൾ ഓൾറെഡി അത് ചെയ്ത് കണ്ടു കഴിഞ്ഞു. അതാണ് ഔട്ട്കം സെറ്റിംഗ്. ഔട്ട്കം സെറ്റിംഗ് ഇസ് നത്തിങ് ബട്ട് യു ആർ വിഷ്വലൈസിങ്, യു ആർ ഡ്രീമിങ് വിത്ത് ഇമോഷൻസ്. വിഷ്വലൈസ് ചെയ്യുന്ന മാത്രമല്ല, യു ആർ ഹിയറിംഗ് ദ സൗണ്ട് ഓൾസോ. നിങ്ങൾക്ക് അച്ചീവ് ചെയ്ത സൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കെനസ്തെറ്റിക്, നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞത്, ഇത് ഓരോ സെൽസിലും സെല്ലുലാർ മെമ്മറി എന്ന് പറയും. ഔട്ട്കം സെറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ അതിനെ പറയുന്നതാണ് സെല്ലുലാർ മെമ്മറി. ഫോർ എക്സാമ്പിൾ, എത്ര പേർക്ക് സൈക്ലിംഗ് അറിയാം? യെസ് ഓർ നോ? അറിയാം. താങ്ക് യു. സൈക്ലിംഗ് അറിയുന്ന ആള്, ഡു യു ഫോർഗെറ്റ് ഇറ്റ് സൈക്ലിംഗ്? യെസ് ഓർ നോ? സൈക്ലിംഗ് പഠിച്ച ആൾക്ക് മറക്കാറുണ്ടോ? എനിക്കും സൈക്ലിംഗ് അറിയാം. സൈക്ലിംഗ് ചെറുതുള്ളപ്പോൾ പഠിച്ചതാണ്, ബട്ട് അത് മറക്കൂല അല്ലെ? പറഞ്ഞിട്ടുണ്ടോ? സൈക്ലിംഗ്, സ്വിമ്മിംഗ് എല്ലാം മറക്കൂല, ബിക്കോസ് അത് സെല്ലുലാർ മെമ്മറിയാണ്. സെല്ലുലാർ മെമ്മറി മീൻസ് വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അത് എപ്പോഴും നമ്മളെ മൈൻഡ്, നമ്മളെ സെൽസിൽ ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഔട്ട്കം സെറ്റിംഗിലെ കൂടി നമ്മൾ ഗോൾ അച്ചീവ് ചെയ്താൽ വി വിൽ നോട്ട് ഫോർഗെറ്റ് ഇറ്റ്, ഇറ്റ് വിൽ ബി ഓൾവേസ് ദെയർ. സപ്പോസ് നിങ്ങൾക്ക് ഔട്ട്കം സെറ്റിംഗിലെ കൂടി കോൺഫിഡൻസ് ആണ് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് ഉള്ള ഇത് മറക്കൂല. ഇറ്റ് വിൽ ബി ഓൾവേസ് ദെയർ ഇൻ അവർ ബോഡി. സോ ഇതിൽ യൂസ് ചെയ്യുന്ന സക്സസ് സീഡ് ആണ്
എന്താ ഇമാജിനേഷൻ പവർ. ഇമാജിനേഷൻ പവർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ഔട്ട്കം സെറ്റിംഗ് എന്നുള്ളത് നമ്മൾ ഔട്ട്കം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതായിട്ട് കാണുന്നതാണ്. സോ ഇമാജിനേഷൻ പവർ ഈസ് മച്ച് പവർഫുൾ ദാൻ എനിത്തിങ് എൽസ്. ബിക്കോസ് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു പ്രോവേർബ് ഉണ്ട്, ഇമാജിനേഷൻ ഇസ് മച്ച് പവർഫുൾ ദാൻ നോളേജ്. ബിക്കോസ് ഇമാജിനേഷൻ എൻസർക്കിൾസ് ദ വേൾഡ്. ബിക്കോസ് ഇമാജിനേഷനിൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോളജിനേക്കാളും കുറെ പവർഫുൾ ആണ് ഇമാജിനേഷൻ. സോ 2026 യൂസ് ചെയ്യാനുള്ള സക്സസ് സീഡ് ആണ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ പവറിലേക്ക് കൂടിയിട്ട് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി ഗോൾ കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അത് ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ രൂപത്തിൽ യു ഹാവ് ടു ബിലീവ് ദാറ്റ് യു ഓൾറെഡി അച്ചീവ് ദ ഗോൾ. ഇത് NLPയിലെ ഒരു പ്രീസപ്പോസിഷൻ ആണ്. ഓൾ ദ പീപ്പിൾ ഹാവ് ഓൾ ദ റിസോഴ്സസ് വിതിൻ ദംസെൽഫ്. അതായത് ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ റിസോഴ്സസും നമ്മളകത്ത് തന്നെ ഉണ്ട്. അതിലൊന്നാണ് ഇമാജിനേഷൻ പവർ. ദൈവം ഒരാൾക്കും ഒരനീതിയും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ ഇതും നമ്മളകത്ത് തന്നെ ഉണ്ട്. സോ അതിലൊന്നാണ് ഇമാജിനേഷൻ. പിന്നെ വേറെ ഇതാണ് കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ്. ബട്ട് നമ്മൾ വളർന്നു വരുന്ന സിറ്റുവേഷൻസും നെഗറ്റീവ് എൻവയറമെന്റും അതെല്ലാം നമ്മൾ ഇങ്ങനെ ആക്കിയത്. സോ നമ്മളകത്തുള്ള റിസോഴ്സസ് നമ്മൾ ടാപ്പ് ചെയ്യണം, എടുക്കണം. അത് ഈ ഔട്ട്കം സെറ്റിംഗിലേക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇമാജിനേഷൻ പവർ യൂസ് ചെയ്യാൻ പറ്റും. ആ ഇമാജിനേഷൻ പവർ യൂസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും പറ്റും. സോ ഇമാജിനേഷൻ പവർ ഇസ് നീഡഡ് ഫോർ യുവർ ഓവറോൾ സക്സസ്. നിങ്ങൾ ഓവറോൾ സക്സസിന് വേണ്ടിയിട്ട് ഇമാജിനേഷൻ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, റിലേഷൻഷിപ്പ്, എന്തിനാണെങ്കിലും ഇമാജിനേഷൻ പവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് നീഡഡ് ഫോർ യുവർ ഓവറോൾ സക്സസ്. സോ ഈ ഔട്ട്കം സെറ്റിംഗ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ല ടൈമാണ്. നിങ്ങൾക്ക് അറിയാലോ ബി മാജിക്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ഔട്ട്കം സെറ്റിംഗ് കൂടി ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് ആ സമയം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ചെയ്യുന്നത് നല്ലതായിരിക്കും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്താലും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. നമ്മളിപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും കണ്ടിട്ട് ഉറങ്ങുന്ന, അല്ലെങ്കിൽ മൊബൈലിൽ എന്തും നോക്കിക്കൂടെ, ജസ്റ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ട് ഒരു സ്റ്റോറി വായിച്ചിട്ട് ഉറങ്ങുന്നത്. പിന്നെ നമുക്ക് അധികം ആ സ്വപ്നത്തിലും അതേ സ്റ്റോറിയിലും ചിലപ്പോൾ ഓർമ്മ വരും. ബിക്കോസ് അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഉണ്ടാവും. സോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ ഔട്ട്കം സെറ്റ് ചെയ്തിട്ട് ഉറങ്ങി നോക്ക്. ഇറ്റ് വിൽ ബി വെരി ഈസി ടു അച്ചീവ് യുവർ ഗോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് സ്പീക്കർ ആണ്. സോ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് സ്വപ്നം കാണുക, ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കറായി, ആൾക്കാരെല്ലാം എന്നെ വിഷ്വലി അത് കാണണം, ഞാൻ ഓൾറെഡി ഒരു കോൺഫിഡൻസ് സ്പീക്കറായി. വിഷ്വൽ സെൻസസ് യൂസ് ചെയ്യണം. പിന്നെ ഓഡിറ്ററി, ആൾക്കാരെല്ലാം എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഓഡിറ്ററി സൗണ്ട് കൂടി ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ ചെയ്യണം. ആ വിഷ്വലും ഓഡിറ്ററിയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി കെനസ്തെറ്റിക് ഫീലിംഗ് വരും. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, അങ്ങനെയുള്ള നല്ലൊരു ഫീലിംഗ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നാളെ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയിൽ അത് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. സോ അതാണ് ഔട്ട്കം സെറ്റിംഗ്. സോ റെവല്യൂഷണറി സക്സസ് ഫോർമുല ഇതുവരെ നിങ്ങൾ തിങ്ക് ചെയ്തത് ഗോൾ സെറ്റിംഗ് ആയിരിക്കും. ഗോൾ. സോ റെവല്യൂഷണറി സക്സസ് ഫോർമുല ഫോർ 2026 ഈസ് ഔട്ട്കം സെറ്റിംഗ്. സോ ജസ്റ്റ് ഒരു ഷിഫ്റ്റ് ചെയ്ത് നോക്ക്. ഔട്ട്കം സെറ്റിംഗിലേക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യാം. താങ്ക് യു. കുറച്ച് ടൈം ബാക്കിയുള്ളത് കൊണ്ട് എന്തെങ്കിലും പറയാം. ലൈക്ക് അബ്ദുൽ കലാമും 1 സെക്കൻഡ്. അബ്ദുൽ കലാമും ഒരു ദിവസം രാമേശ്വരത്ത് അവർ സ്കൈയിലെ ഒരു എയറോപ്ലെയിൻ എന്തോ ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞു, ഫ്ലൈറ്റ് അല്ല, ഒരു ബേർഡ്
ഫിഷിനെ കൊണ്ട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അബ്ദുൽ കലാം ആ സ്റ്റോറി ഓർമ്മയുണ്ട്? ആർക്കും പറയാൻ പറ്റുമോ? അറിയോ ആർക്കെങ്കിലും ആ സ്റ്റോറി? അബ്ദുൽ കലാമിന്റെ സ്റ്റോറി? യെസ് ഓർ നോ? അറിയില്ല. ഞാൻ വിചാരിച്ചു ആ സ്റ്റോറി ഫേമസ് ആണ്. നോ, ഓക്കെ. ഒരു ദിവസം രാമേശ്വരത്തെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി സ്കൈയിൽ നോക്കിയിട്ട് ഒരു ബേർഡ് ഒരു ഫിഷിനെയും കൊണ്ട് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ലൈക്ക് സ്മോൾ. കലാം എന്നെ അറിയാലോ, വളരെ നോർമൽ ഫാമിലിയിൽ ജനിച്ച ആളാണ്. ഒരു ബേർഡ് ഫിഷിനെയും കൊണ്ട് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാം സ്കൈ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കും അതുപോലെ ഫ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കലാം ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഓ, എനിക്കും ഫ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇമാജിനേഷൻ പവറാണ് യൂസ് ചെയ്തത്. എന്നിട്ട് അബ്ദുൽ കലാം ആ ഒരു ലെവലിലേക്ക് എത്തി. സോ എല്ലാവരും ഇമാജിനേഷൻ പവർ യൂസ് ചെയ്യും. ചെറുതുണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെ മഴ പെയ്യുന്നത്, എങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും. എല്ലാവരും ഇമാജിനേഷൻ പവർ ചെറുതുണ്ടാകുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വലുതാകുമ്പോൾ നമ്മളത് യൂസ് ചെയ്യാറില്ല. സോ ഈ ഗോൾ സെറ്റിംഗ് എന്നുള്ള ആ മെത്തേഡിലേക്ക് ഇമാജിനേഷൻ പവർ കൂടി യൂസ് ചെയ്യണം. കലാമിനെ പറഞ്ഞിട്ട് അബ്ദുൽ കലാം പറഞ്ഞത് പറയാം. പിന്നെ ഡ്രീംസ് ആർ നോട്ട് ദാറ്റ് യു സീ വെൻ യു ആർ അസ്ലീപ്, ബട്ട് ഡ്രീംസ് ആർ ദോസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ബട്ട് എഴുന്നേറ്റിട്ട് കാണുന്നതാണ് സ്വപ്നം എന്ന്. സോ കഴിയുന്നത്ര സ്വപ്നം കാണണം, ഇമാജിനേഷൻ യൂസ് ചെയ്യണം. ഇമാജിനേഷൻ പവറിലേക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. വേറെ അതുപോലെ തന്നെയുള്ള സക്സസ് സീഡ്സ് ആണ് കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞില്ല ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ കുറെ സക്സസ് സീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെയുള്ള സക്സസ് സീഡ്സ് ആണ് കോൺഫിഡൻസ്, ഹാപ്പിനെസ്. അത് ഞാൻ വേറൊരു ദിവസം ക്ലാസ് എടുക്കാം. ഇന്ന് ഞാൻ ലൈഫിൽ ഇതടുത്ത സക്സസ് സീഡ് ഇമാജിനേഷൻ ആണ്. കോൺഫിഡൻസും വളരെ എസെൻഷ്യൽ ആണ് ലൈഫിൽ സക്സസ്ഫുള്ളും ഇതാവാൻ. അതുപോലെ തന്നെ ഹാപ്പിനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ. ലൈക്ക് ഒരു പ്രോവേർബ് ഉണ്ട്, only if you are happy you will be successful. അല്ലാതെ if you are successful you are happy എന്നല്ല. സോ ലൈഫിൽ വേറൊരു സക്സസ് സീഡാണ് ഹാപ്പിനെസ്. നിങ്ങൾ ഹാപ്പി ആണെങ്കിലേ നിങ്ങൾ സക്സസ്ഫുൾ ആവും, അല്ലാതെ നിങ്ങൾ സക്സസ്ഫുൾ ആണെങ്കിലല്ല നിങ്ങൾ ഹാപ്പിയാണ് എന്നത്. സോ ബേസിക്കലി നിങ്ങളെ അകത്ത് ഹാപ്പിനെസ് ഉണ്ടാവണം, നിങ്ങളകത്ത് സന്തോഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളകത്ത് ഹാപ്പിനെസ് ഉണ്ടാവണം, എന്നാലും സക്സസ്ഫുൾ ആവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് കോൺഫിഡൻസും വളരെ എസെൻഷ്യൽ ആണ് സക്സസ്ഫുൾ ആവാൻ. സോ ഇതൊക്കെയാണ് സക്സസ് സീഡ്സ്. അതിന്റെ പേട്ടെ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു. നമ്മുടെ വിഷ്വലൈസേഷന്റെ പവർ അല്ലെങ്കിൽ മൈൻഡ് ഇമാജിങ്, ആ ഒരു ചിത്രം ഉണ്ടാക്കുന്ന രീതി, അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്തണമെങ്കിൽ അതിനൊരു പ്ലാനിങ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന്റെ പ്ലാനിങ് ആദ്യം തയ്യാറാക്കും. അതുപോലെ തന്നെ ഏത് വാഹനം വാങ്ങുകയാണെങ്കിൽ ഏത് വാഹനം, ഏത് കളറ് എന്നുള്ളൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ ആ പ്ലാനിങ്ങോട് കൂടി തന്നെ അതിന്റെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന രീതിയാണ് അത്. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതും ആ വാഹനത്തിൽ ഇരിക്കുന്നതും ഒക്കെ ഉള്ള ചിത്രങ്ങൾ കാണുന്നതിന് അത്തരം രീതികളാണ് സംസാരിച്ചത്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ അവസരമുണ്ട്, സമയമുണ്ട്. 6:10 ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും 2 വാക്കെങ്കിലും പറയാം, എല്ലാവരും പറയണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഗോൾ സെറ്റിങ്ങും പിന്നെ ഔട്ട്കം സെറ്റിങ്ങും അത് നമ്മൾ എങ്ങനെയാണ് ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സ് പറഞ്ഞു തന്നു, എസ്പെഷ്യലി ദാറ്റ് VAK മെത്തേഡ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചാലും ജനുവരി ഫെബ്രുവരി കഴിയുമ്പോൾ നമ്മളെ ആക്ഷൻ ടേക്കിങ്ങിൽ കുറച്ചൊരു ഡിക്ലറേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ ചെയ്യാ?
ഇതന്നെ ഞാൻ പറഞ്ഞ ഔട്ട്കം സെറ്റ് ചെയ്യണം. നിങ്ങൾ സർ പറഞ്ഞില്ല, ഒരു പ്ലാൻ വരച്ചിട്ട് അത് എഴുതി വെച്ചാലും ഓക്കെ, പ്ലാൻ എഴുതി വെച്ച പോലെ ആയിരിക്കും. നമുക്കത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യാം. ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ ഔട്ട്കം സെറ്റ് ചെയ്യണം. നിങ്ങൾക്കത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളെ ലക്ഷ്യം എന്താ പറയാൻ പറ്റുമോ? ഇൻകം ഡബിൾ ചെയ്യണം. ഓക്കെ, ഇൻകം ഡബിൾ ചെയ്യണം. ഇൻകം ഡബിൾ അത് വിഷ്വലി ഞാൻ പറഞ്ഞു ഔട്ട്കം സെറ്റിംഗ് മെത്തേഡിലെ കൂടി എങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സപ്പോസ് നിങ്ങൾ ഇൻകം 10,000 ഡബിൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ എന്നോട് ഇപ്പൊ പബ്ലിക്കിൽ പറയണ്ട. നിങ്ങൾ ഓക്കെ ഓക്കെ ഐ നോ സ്പെസിഫിക് ആണ്. ഐ ആം സ്പെസിഫിക് അബൌട്ട് ഇറ്റ്. സ്പെസിഫിക്, ഐ ഷുഡ് ബി സ്പെസിഫിക്. ഓക്കെ, നിങ്ങൾ ഇൻകം 10,000 ആണെങ്കിൽ സെറ്റ് ചെയ്യണം 20,000 ആണ് എന്റെ ഇൻകം എന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വിഷ്വലി നിങ്ങൾക്ക് അത് കാണണം. 20,000 ഇൻകം എനിക്ക് ജനുവരി ആകുമ്പോൾ കിട്ടിക്കഴിഞ്ഞെന്ന് യു ഷുഡ് വിഷ്വലൈസ് ഇറ്റ്. അതൊരു മെഡിറ്റേഷൻ രൂപത്തിലാണ് ചെയ്യുന്നത്. സോ യു ഷുഡ് വിഷ്വലൈസ് ഇറ്റ്. ഞങ്ങൾക്ക് 20,000 rupees ഇൻകം കിട്ടിയതായിട്ട് യു ഷുഡ് വിഷ്വലൈസ് ഇറ്റ്. വിഷ്വലൈസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് അതിന്റെ ഓഡിറ്ററി ലെവലിൽ കൂടി അത് കേൾക്കണം. ഓക്കെ, നിങ്ങൾ 20,000 ഇൻകം കിട്ടിയപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ കുറച്ച് ക്ലോസ് ആയ ആൾക്കാർ കമോൺ വാവ് കൺഗ്രാറ്റ്സ് യു ഹാവ് 20,000 ഇൻകം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നല്ല മ്യൂസിക് ഷോ അങ്ങനെയെല്ലാം ആ സൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നതെല്ലാം ഓഡിറ്ററി ലെവലിൽ അത് കേൾക്കണം. സോ വിഷ്വലൈസും ചെയ്യണം, ഓഡിറ്ററി ലെവലിൽ അത് കേൾക്കുകയും വേണം. അപ്പൊ നിങ്ങളകത്ത് കെനസ്തെറ്റിക് എന്നുള്ള ആ ഒരു ഫീലിംഗ് വരും, ഒരു ഹാപ്പിനെസ്സും ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസിൽ നിങ്ങളകത്ത് വരും. അതാണ് ഞാൻ പറഞ്ഞത്, സെല്ലുലാർ മെമ്മറി. എന്നിട്ട് നിങ്ങൾ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ ഈസിയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതായിരിക്കും. ഇത് ഭയങ്കര പവർഫുൾ മെത്തേഡ് ആണ്. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ടുണ്ടോ, ഔട്ട്കം സെറ്റിംഗ്? ഞാൻ ഒരു വേറൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ സാറ് ഒരു റെക്കോർഡഡ് മെസ്സേജ് കേൾപ്പിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് അല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ പ്രശ്നം അവിടെ തന്നെയാണ്, സാറിന്റെ പ്രശ്നമല്ല. കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്ഫുൾ. ഇത് മെഡിറ്റേഷൻ എല്ലാം കൺസിസ്റ്റന്റ് ആയി ചെയ്യണം. ബിക്കോസ് നമ്മളെ ബ്രെയിനിന്റെ റീവയറിംഗ് തന്നെ മാറ്റുന്ന പറയുന്നത് കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ. സോ കൺസിസ്റ്റന്റ് ആയി സെർച്ച് ചെയ്ത് നോക്ക്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഔട്ട്കം സെറ്റിംഗ് ഓൾറെഡി സാറിന്റെ അടുത്ത് ഓഡിയോ ഉണ്ടല്ലോ. സോ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്ത് നോക്ക്, ഔട്ട്കം സെറ്റിംഗ്. ഇറ്റ് വിൽ വർക്ക്. ഞാൻ പറഞ്ഞില്ല, അത് സെല്ലുലർ മെമ്മറി ആയിട്ട് തീരും. ഭയങ്കര പവർഫുൾ ആണ് ഔട്ട്കം സെറ്റിംഗ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. വേറെ ആർക്കും ഡൗട്ട് ഇട്ടോ? അടുത്ത പറഞ്ഞോളൂ. സർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സജിത മാം, നല്ലൊരു പ്രസന്റേഷൻ ആണ്, നല്ല ക്ലാസ് തന്നെ. നമ്മൾ ഇന്ന് അതായത് ഈ 2026 നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. അതിലിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം മാം പറഞ്ഞത് ഈ ഔട്ട്കം സെറ്റിംഗ് ആൻഡ് പവർ ഓഫ് ഇമാജിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പവർ ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന് ഓഡിയോന്റെ എഫക്റ്റും കൂടി വന്നിട്ട് നമ്മള് അത് ഒരു ഫീലിംഗ് വരിക, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിതുണ്ട്. അപ്പൊ ഓൾറെഡി അത് നടന്ന് കഴിഞ്ഞതായിട്ടുള്ള പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനും, അപ്പൊ അതിൽ നമ്മൾ ആ മെമ്മറി മാം പറഞ്ഞ മാതിരി ആ സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്ന സംഗതി നമ്മളിപ്പോ സൈക്കിൾ പഠിച്ചാൽ മറക്കില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്തരം ഈ ഇൻഫർമേഷൻ നിന്ന് നല്ലൊരു ഉപകാരത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മളിൽ ഈ ഒരു ഉണർവ് വരാനും നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കാനും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ പവർ ഓഫ് ഇമാജിനേഷനും നമ്മളെ ഈ ഔട്ട്കം സെറ്റിങ്ങും മാം പറഞ്ഞ പോലെയുള്ള VAK ടിപ്സും ഒക്കെ ഉപകരിക്കുന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു പ്രസന്റേഷൻ തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു. താങ്ക് യു. വേറെ ഇനി ആരാ? ദിവ്യ മാം പറഞ്ഞോളൂ.
ഹലോ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ഔട്ട്കം സെറ്റിങ്സിനെ കുറിച്ച് സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ 2026 ആവാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാനിങ് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. കണ്ണു കൂട്ടിയിട്ട് ഔട്ട്കം സെറ്റ് ചെയ്താൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, അതേ ഒരു ഫോർമേഷൻ, അതേ ഒരു ഇതില് ഔട്ട്കം സെറ്റ് ചെയ്യണം. 2-3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഡ്രീം ചെയ്യണം, വിഷ്വലും ഓഡിറ്ററിയും എല്ലാം ചെയ്യണം. അപ്പോഴായിരിക്കും കുറച്ചും കൂടി പവർഫുൾ. കണ്ണു കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഔട്ട്കം സെറ്റിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കേട്ടിട്ടില്ല. അപ്പൊ ഔട്ട്കം സെറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വിഷ്വലൈസേഷന്റെ കൂടി നിങ്ങൾക്ക് ഓഡിറ്ററി സൗണ്ട് കൂടി നിങ്ങൾ അത് വിഷ്വലൈസേഷന്റെ കൂടി ആഡ് ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് ഔട്ട്കം കിട്ടിയതും ആൾക്കാർ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓഡിറ്ററി ലെവലിൽ കൂടിയിട്ട് അത് ചെയ്യണം. അപ്പൊ ഒരു കെനസ്തെറ്റിക് ഫീലിംഗ്. ഏതാ? ഓക്കെ ഓക്കെ. ഇത് ഓൾറെഡി ഹാപ്പൻ, അങ്ങനെ കിട്ടിയതായിട്ട് നമ്മള് ഹാപ്പിനെസ്സോട് കൂടിയിട്ട് നമ്മള് ഫീൽ ചെയ്യണം. എന്താ പറയാ, അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, ഇനി വരാം. പെട്ടെന്ന് പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ഔട്ട്കം സെറ്റിങ്സിനെ പറ്റി ഞാൻ അത്ര അങ്ങോട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ഇത് കിട്ടിയതായിട്ടും കാണുകയാണ് ചെയ്യുന്നത്. അതേസമയം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ലൈക്ക് കുറെ, എന്നിട്ട് ആ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഔട്ട്കം സെറ്റ് ചെയ്താൽ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. ബിക്കോസ് മൈൻഡ് ഓൾറെഡി സെറ്റ് ആണ് വേറൊരു ഇതിൽ. സോ മെഡിറ്റേഷന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. മെഡിറ്റേഷൻ ഡെയിലി ചെയ്യണം. എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ മെഡിറ്റേഷൻ എന്നുള്ളത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യണം. ഒരു ദിവസം വിടാൻ പറ്റൂല. ഈ ഔട്ട്കം സെറ്റിംഗ് എന്നുള്ളത് ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാം. അത് ചെടിക്ക് വളം ഇടുന്ന പോലെയാണ്. മെഡിറ്റേഷൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ, അത് ഡെയിലി വെള്ളം ഒഴിക്കണമല്ലോ. അതുപോലെയാണ് മെഡിറ്റേഷൻ. അതിന്റെ കൂടെ തന്നെ ചെടിക്ക് വളം ഒഴിക്കുന്നത് പോലെയാണ് ഔട്ട്കം സെറ്റിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഔട്ട്കം സെറ്റിംഗ് കൂടി ചെയ്യണം. അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ബീന പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാം. നല്ലൊരു 2026 പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയത്. അതിന്റെ ഗോള് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ടിപ്സും മാം തന്നു. താങ്ക് യു. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഔട്ട്കം സെറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു 2026 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടിയതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ അഖില. കഴിഞ്ഞ വിധു പറയണ്ടോ? മാജിക് മോർണിംഗ്. എല്ലാവരും പറഞ്ഞോളി. മാജിക് മോർണിംഗ് മാഡം. ഇതുവരെ അങ്ങനെ ഒരു വിഷ്വലൈസേഷനോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ മാഡം പറഞ്ഞതിന് ശേഷം ഒരു ആഗ്രഹം ഉണ്ട്. അത് ഇന്നു മുതൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ മാഡം പറഞ്ഞു തന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ശരിയാവും എന്നുള്ളതാണ്. ശരിയാവും അല്ലേ മാഡം? ശരിയാവുന്ന ഡൗട്ട് പാടില്ല. വിശ്വാസം വേണം. വിശ്വാസം അതല്ലേ എല്ലാം. അതാണ്. അപ്പൊ താങ്ക് യു മാഡം. നല്ല ക്ലാസ് ആയിരുന്നു. ഒരു പ്രോവർബ് ഉണ്ട്, അഫേം ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ് ആൻഡ് ബിലീവ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ആക്ച്വലൈസ് ബൈ ഇറ്റ് സെൽഫ്. അഫർമേഷൻ കൊടുക്കണം, വിഷ്വലൈസേഷൻ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ വിശ്വാസം വേണം. എനിക്ക് ശരിയാവുന്നുള്ള ആ ഒരു വിശ്വാസത്തെ കൂടി ചെയ്താല്
ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നതാണ് ഒരു പ്രോവർബ്. ആര് പറഞ്ഞതാന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ശരിയാവുമല്ലേ എന്നൊരു ഡൗട്ട് പാടില്ല. അല്ല, ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കല്ലേ അതെല്ലാം ഫ്ലോപ്പ് ആയി പോവാറുണ്ട്. അപ്പൊ അത് ശരി, അങ്ങനെയുള്ള ഡൗട്ട് പാടില്ല. ശരിയാവുന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്ക്. ശരി. താങ്ക് യു മാഡം, താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരു കാര്യം ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളെ വിധു ഈ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് ആള് ചേഞ്ച് ആവും, അല്ലേ മണി സാറേ? കാരണം വന്ന് കുറച്ച് ദിവസമായിട്ടുള്ളൂ വന്നിട്ട്, അപ്പോഴേക്കും ഫീഡ്ബാക്കും കാര്യങ്ങളും ക്യാമറ ഓണാക്കലും ഒക്കെ ഈ ഒരു കോലത്തിൽ പോവുകയാണെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് ആള് ചേഞ്ച് ആകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞോളൂ. ശരിയാണ് സാർ. ഓക്കെ, ഇത് നമ്മളെ കയ്യാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക്, അതായത് ട്രെയിനിങ്ങിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ആഗ്രഹം. ഇതുപോലുള്ള ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ആളുകളെ ഞാൻ പറയുന്നത് പോലെ ട്രെയിനേഴ്സ് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വരാം. നിബന്ധനകൾക്ക് വിധേയം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്യുന്നവർക്ക് അതിന്റെ ഫീഡ്ബാക്ക് പറയും വേണം. ഇതിന് താല്പര്യമുള്ളവർക്ക് വരാം. ഓക്കെ, പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. അതില് എന്നെ അടിക്കും കേട്ടോ. എനിക്കറിയില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത്. നിങ്ങൾ ട്രെയിനർ അല്ലേ? ഏത് ട്രെയിനറാണ്. നമ്മൾ ട്രെയിനർ അല്ലാത്തവർക്കാണ് ട്രെയിനിങ് ആക്കാറ്. ട്രെയിനർ അല്ലാത്ത നിങ്ങളെ നമ്പർ എന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. എന്റെ നമ്പർ 80 75 12 ടൈപ്പ് ചെയ്ത നമ്പർ. എന്റെ നമ്പറോ 80 80 80 75 75 12 12 78 78 8075127878 അല്ലേ? യെസ്. സാർ എന്നെ കേറ്റൂലെന്ന് പറഞ്ഞു. എന്നാലും ഒരു ഹായ് അയച്ചു നോക്കാം. ട്രെയിനേഴ്സ് ആയ ആൾക്കാരെ കേറ്റൂലെന്ന് പറഞ്ഞു. ഹോപ്പില്ല, എന്നാലും ഹായ് അയക്കാം. ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആളുകളുടെ വീഡിയോകളൊക്കെ അതിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വരുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് അറിയിച്ചാൽ നമുക്ക് തന്നെ ട്രെയിനർമാർക്ക് കുറച്ചുകൂടി കിട്ടുമല്ലോ. താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും പിന്നെ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് സമയം 6:24 ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂടി ഉണ്ട്, വേണമെങ്കിൽ പറയാം. ഈ ഫീഡ്ബാക്ക് പറയുന്നത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നല്ലതാണ്. എനിക്ക് കഴിയും. ക്യാമറ ഓൺ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പൊ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. പറഞ്ഞോളൂ ശരിയ. താങ്ക് യു മാം. ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഔട്ട്കം സെറ്റിംഗ് എന്ന് പറഞ്ഞത്. ഞാനും ഇന്നും അതിൽ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഇനി പറഞ്ഞ ഈ നമുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്ക് 2026 തുടങ്ങുന്ന, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓരോ ക്ലാസ്സുകളും ഏറ്റവും വാല്യുബിൾ ആണ് സത്യം പറഞ്ഞത്. നമ്മൾ അതിലേക്ക് എന്താ പറയാ, ഓരോ സ്റ്റെപ്പ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏറ്റവും നല്ല നല്ല ക്ലാസ്സുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ താങ്ക്ഫുൾ ആണ്. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഏറ്റവും നല്ല ക്ലാസ്സുകളാണ്. മാമിന്റെ ക്ലാസ്സും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഔട്ട്കം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, മെഡിറ്റേഷനിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. താങ്ക് യു സോ മച്ച്. ദിവ്യ മാം പറഞ്ഞ പോയിന്റ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. മാം പറഞ്ഞു ഏതൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ആക്ഷൻ എടുക്കണം. ടേക്കിംഗ് ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതാ സീക്രട്ട് ബുക്കിലെ എവിടെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സോ ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ പ്രോവേർബില്ലേ, അഫേർം ഇറ്റ്, വിഷ്വലൈസ് ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ആക്ച്വലൈസ് ബൈ ഇറ്റ് സെൽഫ്.
അത് ആ പ്രോവർബിലും ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷനിലും ആക്ഷൻ. സോ ആക്ഷൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് തന്നെ ചെറിയ സ്മോൾ ആക്ഷൻ എടുക്കണം. ഓരോ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടും തിങ്ക് വാട്ട് ആക്ഷൻ വിൽ ഐ ടേക്ക് ടുഡേ, എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു തോട്ട് കൂടി മനസ്സിൽ വരണം. ഓക്കെ, സോ ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ അതെ അതെ. പിന്നെ നമ്മൾ എഫർമേഷൻസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക്, എസ്പെഷ്യലി ചിലപ്പോൾ ഞാനടക്കം, എഫർമേഷൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ട് ആയിട്ട് നമ്മളുടെ ഡോറിന്റെ അവിടെ, അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന നമ്മളുടെ കാണുന്ന ആ സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം സ്റ്റിക്കി നോട്ട്സ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കടന്നു വരുമ്പോഴൊക്കെ നമുക്ക് അറിയാതെ നമ്മൾ നോക്കി പോകും. അപ്പൊ അത് സ്റ്റിക്കി നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അഫർമേഷൻസ് റൈറ്റിംഗിൽ. അത് കാരണം നമ്മളുടെ മൈൻഡിലേക്ക്, കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോവും. പിന്നെ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ മൈൻഡിൽ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ നോക്കാണ്ട് വരും. അപ്പോൾ ആ സ്റ്റിക്കി നോട്ട്സ് ചേഞ്ച് ചെയ്യാം. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ സ്റ്റിക്കി നോട്ട്സും കുറേശ്ശെ മാറ്റം വരുത്താം. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിയാ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റിക്കി നോട്ട്. മിററിലെല്ലാം ഉണ്ട് സ്റ്റിക്കി നോട്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡാണ്. സ്റ്റിക്കി നോട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഒരിക്കൽ എഴുതി വെച്ചാൽ മതി. പിന്നെ അതിലെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഓർമ്മയാവും. ഓക്കെ, നമുക്കത് സ്റ്റിക്കി നോട്ട് വളരെ ഈസി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇന്നലെ മോളെ എൻ്റെ മിററിൽ നോക്കിയിട്ടും എൻ്റെ അഫർമേഷൻ വായിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പവർഫുൾ ആണ്. സ്റ്റിക്കി നോട്ട് മെത്തേഡ് ചെയ്ത് നോക്കുക. കുറെ എഫേർട്ടൊന്നും ഇല്ലാതെ. മെഡിറ്റേഷനിൽ 20 മിനിറ്റ് കണ്ടിന്യൂസ് ഇരുന്ന് ചെയ്യണ്ടേ. ബട്ട് സ്റ്റിക്കി നോട്ട് മാം പറഞ്ഞ പോലെ പവർഫുൾ മെത്തേഡ്. അത് വേണമെങ്കിൽ ഇന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കോ. സ്റ്റിക്കി നോട്ടിൽ നിങ്ങളെ 20 ലക്ഷ്യം എഴുതി വെച്ചോ. പിന്നെ നിങ്ങൾക്കത് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. ബിക്കോസ് നമ്മളെ മൈൻഡിന് എന്താ ശരി എന്താ റോങ് എന്ന് അറിയൂല. നിങ്ങൾ എന്ത് മൈൻഡിന് പറഞ്ഞു കൊടുക്കുന്നത് ഇറ്റ് വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ്. സോ നിങ്ങളെ മൈൻഡിനോട് ഇത് പറയാം, നിങ്ങളെ ഔട്ട്കം ഇതാന്നുള്ളത് മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മൈൻഡ് അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇറ്റ് വിൽ ബി വെരി ഈസി ടു അച്ചീവ്. അതിന് ഫീഡ്ബാക്ക് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മളിപ്പോ മോർണിംഗിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ഇഫ് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ എന്താ പറയാ റിലേറ്റഡ് ആവും. അപ്പൊ നമ്മളുടെ മൈൻഡിൽ ഈ എഫർമേഷൻസ് നിന്നോളണമെന്നില്ല, മീൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലുള്ള എഫർമേഷൻസ് സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ സീക്രട്ട് ലെവലിൽ എഴുതി വെക്കുന്നത് നല്ലത്. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാം. അതല്ല ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു പ്രൈവറ്റ്, നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡയറി ഉണ്ടാവും. അതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അടുത്ത് നമുക്ക് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എപ്പോഴും ആ മൈൻഡിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത് വന്നാൽ പോലും നമ്മളുടെ മൈൻഡിൽ ഇത് വരും തിരിച്ച്. ശരിയാണ്, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ. അതെ. പിന്നെ ഞാൻ ഇത് ചെയ്തപ്പോൾ കുറച്ചാള് കഴിയുമ്പോൾ അത് ഞാൻ പിന്നെ നമ്മൾ നോക്കാണ്ട് വരും. ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ട് ഇവിടെ നോക്കാണ്ട് വരും. അപ്പൊ സ്റ്റിക്കി നോട്ട്സ് നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് അത് മാറ്റുക, അഫർമേഷൻസ് ചേഞ്ച് ചെയ്യുക. എങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ അഫർമേഷൻസും ചേഞ്ച് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആവും. പിന്നെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ലെവലിൽ എഴുതുക. എന്താ പറയാ, ഇത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് ഒരു ആകർഷണം വരും അതിലേക്ക് നോക്കാനും. അങ്ങനെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അടുത്തത് ദിവ്യ മാം കുറെ സംസാരിച്ചു. സോ അടുത്തത് ദിവ്യ മാമിന്റെ ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ സംസാരിച്ചു. താങ്ക് യു മാം. അപ്പൊ നമുക്ക് 6:30 ആയിട്ടുണ്ട്, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. പിന്നെ മാം പറഞ്ഞതുപോലെ തന്നെ ഈ സൈക്കിള് ചവിട്ടാൻ കഴിയുമോ എന്നാ ചോദിച്ചത്. ട്രെയിലർ ഓട്ടാൻ കഴിയുമോ എന്ന് ചോദിച്ചതില്ല. അപ്പൊ സൈക്കിളിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സൈക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, സൈക്കിളിന്റെ പ്രത്യേകത നമ്മള് അത് ഓടിക്കാൻ തയ്യാറാവില്ല. കാരണം 2 ചെറിയ ടയറായതുകൊണ്ട്, വണ്ണമില്ലാത്ത ടയറായതുകൊണ്ട്. അപ്പൊ ഓടിക്കാൻ തയ്യാറായാൽ തന്നെ ചിലപ്പോ ഒന്ന് വീണു എന്ന് വന്നേക്കാം. ആ വീഴുമ്പോ കാലിന്റെ മുട്ടിന് തന്നെ പരിക്ക് പറ്റും, അതല്ലെങ്കിൽ നെറ്റിക്ക് പരിക്ക് പറ്റും. അപ്പൊ നടക്കാൻ ചെറിയ പ്രയാസം വരും. കാണുന്ന ആളുകളൊക്കെ ചോദിക്കും, ഇതെന്ത് പറ്റി നിന്റെ നെറ്റിക്ക്, നീ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അത് നിർത്തി വെച്ചാൽ നമ്മൾ പിന്നെ സൈക്കിൾ ഓട്ടൂല, ജന്മത്തിൽ സൈക്കിൾ ഓട്ടൂല. പക്ഷെ
നമ്മൾ വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാതെ സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ നമ്മൾ സൈക്കിൾ ചവിട്ടേണ്ട ഒരു സൈക്കിൾ അഭ്യാസിയായി മാറിയേക്കാം. അപ്പൊ ആക്ഷനിലേക്ക് വരുമ്പോ മാം പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ആക്ഷനിലേക്ക് വരുമ്പോ ചിലപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, ഇല്ലേ മാം? സ്റ്റോപ്പ് ചെയ്തോടാ. അതെ. അപ്പോ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് 6:32 വരെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളുമായി പോയ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നല്ല സെക്ഷൻ, നല്ലൊരു പ്രസന്റേഷൻ, അത് ട്രെയിനർ എന്ന നിലയ്ക്ക് തന്നെ നല്ലൊരു പ്രസന്റേഷൻ ആണ്, നല്ലൊരു ഡ്രസ്സിങ്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു എവരിവൺ. താങ്ക് യു മാഡം. താങ്ക് യു ശ്വേത മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി താങ്ക് യു മച്ച്. സോ ലീവ് ചെയ്തോളൂ.